ഹായ് ഹലോ എല്ലാവർക്കും ഷെറോസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സേമിയ കേസരിയാണ്. എളുപ്പമാണ്, ഒരുപാട് പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ സേമിയ ഒരു ബൗളാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടില്ല, ഒരു ബൗളാണ് സേമിയ വേണ്ടത്. അതായത് 1/2 കിലോയുടെ ചെറിയ പാക്കറ്റിൻ്റെ പകുതി. അത് പിന്നെ പഞ്ചസാര ഒരു ബൗൾ. നമ്മൾ എത്ര സേമിയ എടുക്കണോ അതേ അളവിൽ പഞ്ചസാര എടുക്കണം. പിന്നെ നെയ്യ്, പിന്നെ സേമിയ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം. ഇത്രയാണ് വേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. അത് നന്നായിട്ട് ഉരുകി ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് സേമിയ ചേർക്കാം. നമുക്കിതിലേക്ക് ഇനി സേമിയ ഇടാം. നെയ്യ് പാകമായിട്ടുണ്ട്. കണ്ടത് ഓൾറെഡി വറുത്ത സേമിയ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അല്ലാത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ നന്നായിട്ട് വറുക്കണം. ഇതിപ്പോൾ അത്രയും വറുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബ്രൗൺ നിറം മാറി വെള്ള കളറാവുന്ന കണ്ടോ. നമ്മൾ പായസത്തിലൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു വെള്ള കളർ ഇങ്ങനെ ആയി വരും. ഇതിലേക്കിനി നമുക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഏകദേശം ഒരു 2-3 ബൗളോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. സേമിയ നന്നായിട്ട് അതിൽ മുങ്ങി കിടക്കണം. സേമിയ പെട്ടെന്ന് വെള്ളം ഫുൾ വലിച്ച് എടുക്കുമല്ലോ, അറിയാമല്ലോ നിങ്ങൾക്കത്. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇരട്ടി കൂടുതൽ പാൽ ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സേമിയ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. ഏകദേശം പകുതി വേവാകുമ്പോൾ ആണ് നമുക്ക് പഞ്ചസാര ഇടേണ്ടത്. നമ്മൾ നോക്കുക. കണ്ടില്ലേ, ഏകദേശം ഈ ഒരു വേവാകുമ്പോൾ വേണം നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. ഒരു ബൗൾ പഞ്ചസാര ചേർക്കാം. വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിയാറായി. ഇനി നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർക്കാം. ഞാനിവിടെ 1 സ്പൂൺ നെയ്യോളം ചേർത്തിട്ടുണ്ട്. കണ്ടോ, ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ചേർക്കാം. ഞാനിവിടെ മുന്തിരിങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഓപ്ഷനിലാണ് കേട്ടോ. ഇട്ടാൽ കുറച്ചുകൂടെ സ്വാദുണ്ടായിരിക്കും. സേമിയ കേസരി തയ്യാറായി.